ഇന്ന് ഓണം എക്സാമിന് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾക്ക് ഒരു പിക്ചർ തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. അത് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. നമ്മൾ 2nd സ്റ്റാൻഡേർഡിലൊക്കെ ചെയ്തിട്ടുള്ള തന്നെയാണ് അല്ലേ പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഇതെന്താണ് കാണിക്കുന്നത്? ഇതൊരു സ്കൂൾ അസംബ്ലി ആണല്ലേ. ഇവിടെ ഹെഡ് മാസ്റ്റർ കവിതേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണല്ലേ. സ്കൂൾ അസംബ്ലിയിൽ പുതിയ സ്റ്റുഡൻ്റ് ആണ് കവിത. കവിതയും കവിതയുടെ പാരൻസും ഒക്കെ ഉണ്ട്. കവിത സ്കൂൾ യൂണിഫോമിലാണ് നിൽക്കുന്നത്. പിന്നെ കുറേ കുട്ടികൾ ചുറ്റും കൂടിയിട്ടുണ്ടല്ലേ. സ്റ്റേജിന് ചുറ്റും കുറേ കുട്ടികളുണ്ട്. ഇതൊക്കെയാണല്ലേ പിക്ചർ കാണിക്കുന്നത്. നമുക്കൊന്നപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ഈ പിക്ചർ എന്താണെന്ന് പറയാം. ദിസ് പിക്ചർ ഷോസ് എ സ്കൂൾ അസംബ്ലി. ഈ പിക്ചർ എന്താണ്? ഒരു സ്കൂൾ അസംബ്ലി ആണ്. സ്റ്റേജിന് ചുറ്റും സ്റ്റുഡൻസ് ഒത്തുകൂടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് പറയാം? മെനി സ്റ്റുഡൻസ് ആർ ഗ്യാതേർഡ് എറൗണ്ട് ദ സ്റ്റേജ്. പിന്നെ നമുക്ക് പറയാം ഹെഡ് മാസ്റ്റർ സ്റ്റേജിലുണ്ട് അല്ലേ. ഒപ്പം ആരൊക്കെ ഉണ്ട്? ടീച്ചേഴ്സും അതുപോലെ തന്നെ സാക്ഷിയും നവീനും ഒക്കെ ഉണ്ട്. ഓക്കെ. The headmaster is on the stage with teachers including Anupama teacher, Sasha and Naveen. ഹെഡ്മാസ്റ്റർ സ്റ്റേജിൽ ടീച്ചേഴ്സിനൊപ്പം ഉണ്ട്. ഒപ്പം ആരുണ്ട്? ഇൻക്ലൂഡിങ് അനുപമ ടീച്ചർ. അനുപമ ടീച്ചറും പിന്നെ സാക്ഷിയും നവീനും ഉണ്ടല്ലേ. പിന്നെ എന്താണ് അവിടെ ഹെഡ്മാസ്റ്റർ ചെയ്യുന്നത്? ഹെഡ്മാസ്റ്റർ കവിതേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. ദ ഹെഡ്മാസ്റ്റർ ഇൻട്രൊഡ്യൂസസ് എ ന്യൂ സ്റ്റുഡൻറ്റ് കവിത ഹു ഈസ് ഇൻ ഹെർ സ്കൂൾ യൂണിഫോം. അവളുടെ സ്കൂൾ യൂണിഫോമിലാണല്ലേ. പിന്നെ എന്താ കാണുന്നത്? അവിടെ കവിതയുടെ ആരുടെ കൂടിയാണ് കവിത നിൽക്കുന്നത്? വിത്ത് ഹെർ പാരൻസ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കവിത ഈ സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ് വിത്ത് ഹെർ പാരൻസ്. പാരൻസിൻ്റെ കൂടെ സ്റ്റേജിൽ നിൽക്കുകയാണ് കവിത ചെയ്യുന്നത് അല്ലേ. പിന്നെ നമുക്ക് പറയാം ദ ഹെഡ് മാസ്റ്റർ വെൽക്കംസ് ദം ടു ദ സ്കൂൾ. സ്കൂളിലേക്ക് അവരെന്നെ വെൽക്കം ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പിക്ചറും കൂടി നോക്കിയിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫെസ്റ്റീവ് ഫണ്ടിൽ ഒരു പിക്ചർ എടുക്കാം കേട്ടോ. ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഇത് ബർത്ത്ഡേ പാർട്ടി അല്ലേ. ആരുടെ ബർത്ത്ഡേ പാർട്ടിയാണ്? പ്രിൻസസ് ജൂലിയയുടെ അല്ലേ. ഇതെവിടെയാണ് നടക്കുന്നത്? കടലിൻ്റെ അടിയിലാണല്ലേ. പിന്നെ എന്തൊക്കെയാണ് കാണുന്നത്? ഗോൾഡ് ഫിഷും സ്റ്റാർ ഫിഷും ഒക്കെ എന്താ ചെയ്യാണ്? ഡോൾഫിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അല്ലേ ജൂലിയയ്ക്ക്. പിന്നെ നമുക്ക് പിക്ചറിലൊരു വലിയ കേക്ക് കാണാനുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് കാണാനുണ്ട് അല്ലേ. ഇതൊക്കെയാണ് കാണുന്നത്. അത് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ദിസ് പിക്ചർ ഷോസ് ദ ബർത്ത്ഡേ പാർട്ടി ഓഫ് പ്രിൻസസ് ജൂലിയ. ഈ പിക്ചർ എന്താണ് കാണിക്കുന്നത്? ബർത്ത്ഡേ പാർട്ടിയാണ് കാണിക്കുന്നത്. പ്രിൻസസ് ജൂലിയയുടെ പിറന്നാൾ ആഘോഷമാണ് കാണിക്കുന്നത്. പാർട്ടി എവിടെയാണെന്നാണ് പറഞ്ഞത്? കടലിൻ്റെ അടിയിലല്ലേ കാണുന്നത്. ദ പാർട്ടി ഈസ് അണ്ടർ ദ സീ ആൻഡ് പ്രിൻസസ് ജൂലിയ ലുക്സ് പ്രിറ്റി ഇൻ ഹെർ ഡയമണ്ട് ക്രൗൺ. പ്രിൻസസ് ജൂലിയനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അവളുടെ ഡയമണ്ട് ക്രൗണിൽ. സീ ക്രീച്ചേഴ്സ് ലൈക്ക് ഗോൾഡ് ഫിഷ്, സ്റ്റാർ ഫിഷ്, ഡോൾഫിൻസ്, ജെല്ലി ഫിഷ് ആർ പ്രസൻറ്റിംഗ് ഗിഫ്റ്റ്സ് ടു ജൂലിയ ആൻഡ് വിഷിംഗ് ഹെർ എ ഹാപ്പി ബർത്ത്ഡേ. അതായത് ഗോൾഡ് ഫിഷും സ്റ്റാർ ഫിഷും ഡോൾഫിനും ഒക്കെ ജൂലിയയ്ക്ക് പ്രസൻറ്റ് കൊടുക്കുകയാണ്. എങ്ങനെയാണ്? അവളെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്തിട്ട് അല്ലേ. ദെൻ ജൂലിയ സ്മൈൽസ് ആൻഡ് താങ്ക്സ് ദം. അടുത്ത സെൻറ്റൻസ് ആയിട്ട് നമുക്ക് പറയാം ജൂലിയ ചിരിച്ചിട്ട് അവരോട് താങ്ക്സ് എന്ന് പറയുന്നു അല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താ കാണുന്നത്? ഒരു കേക്ക് കാണാനുണ്ട്. അതെങ്ങനെയാണ് പറയുക? വി ക്യാൻ സീ എ ബിഗ് ബർത്ത്ഡേ കേക്ക് ഓൺ ദ ടേബിൾ ആൻഡ് ചോക്ലേറ്റ്സ് ഇൻ ബൗൾസ്. ബൗളുകളിൽ ചോക്ലേറ്റും അതുപോലെ തന്നെ ടേബിളിൻ്റെ മുകളിൽ ഒരു വലിയ ബർത്ത്ഡേ കേക്കും കാണാണ്ട്. ദേ ആർ ഗോയിങ് ടു ബിഗിൻ ദ പാർട്ടി ബൈ കട്ടിങ് ദ കേക്ക്. അവർ ആ പാർട്ടി ബിഗിൻ ചെയ്യാൻ പോവുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെയാ? കേക്ക് മുറിച്ചിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ നമുക്ക് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.